ഹായ് ഹലോ. അപ്പോഴേ നമ്മൾ ഇന്നൊരു കൊച്ചു വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അമ്മമാരെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അമ്മമാർക്ക് അത് പെട്ടെന്ന് നമുക്ക് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മുടെ മക്കൾ ഇപ്പം എൻ്റെ മോൻ്റെ മുഖം ഒന്ന് മാറിയിരിക്കുന്നു, ഒന്ന് വിഷമിച്ചിരിക്കുന്നു, എന്ത് പറ്റി എൻ്റെ മോൻ എന്തോ വിഷമമുണ്ട്, അതെന്തായിരിക്കും കാരണം എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ അമ്മമാർക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. കാരണം എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഞാൻ സത്യത്തിൽ ഒന്ന് വിഷമിച്ച് ഞാൻ ഇരുന്നാൽ പോലും ഞങ്ങളുടെ അമ്മയുടെ ഒരു ഫോൺ കോൾ വന്നിരിക്കും. കാരണം എന്താണ് മോളെ, എന്തോ ഒരു ടെൻഷൻ, എന്താ അമ്മയെന്ന് ചോദിക്കാൻ പറയുന്നത്, എന്തോ ഒരു മനസ്സിനൊരു ടെൻഷൻ മോളെ, എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ ആണോ എന്നൊരു ചോദ്യത്തിൽ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു ആശ്വാസം കിട്ടും. എന്തോ ഒരാശ്വാസമാണ് കേട്ടോ. അപ്പം ഒത്തിരി പേര് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ. അന്നേരം അവരൊക്കെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അമ്മമാരില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആ സമയത്ത് അറിയാൻ പറ്റുമെന്ന്. ശരിയായിരിക്കും, നമുക്കിപ്പോൾ ആ ഒരവസ്ഥ വന്നിട്ടില്ല, ഭഗവാനെ ഒരിക്കലും അങ്ങനെ ഒരവസ്ഥ വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് അമ്മയ്ക്ക് തുല്യം ആരും ഇല്ല. ഇപ്പം അമ്മയുള്ള സമയത്ത് നമുക്ക് ഓടിച്ചെന്ന് വീട്ടിൽ അധികാരത്തോട് ചെന്ന് കയറുന്നത് പോലൊരു അധികാരത്തോടു കൂടി അവരില്ലാതായാൽ നമുക്ക് ആ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റൂല. ആങ്ങളെ ആയാലും ആങ്ങളുടെ ഭാര്യമാരായാലും ആരായാലും നമുക്ക് ആങ്ങളമാരുടെ അടുത്ത് നിൽക്കാം, പക്ഷെ അവരുടെ ഭാര്യമാരും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടും നമുക്കത് പറ്റൂല. നമ്മുടെ അമ്മയും ഉള്ള സമയത്ത് നമുക്ക് വീട്ടിൽ ചെന്ന് കയറുന്നത് പോലെ നമുക്കൊരിക്കലും ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് എൻ്റെ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്കത് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. എവിടെ ആയാലും എത്ര ദൂരമാണെങ്കിലും ആണായാലും പെണ്ണായാലും ഒരു ദിവസമെങ്കിലും അമ്മമാരെ ഒന്ന് വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കി, അവർക്ക് സുഖമാണോ, നിങ്ങൾ സുഖമായിട്ടാണ് ഇരിക്കുന്നത്, ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് അവർക്കൊന്നും കൊടുക്കാനും മേടിക്കുമൊന്നും വേണ്ട. ഇങ്ങനെ ഒരു 2 വാക്ക് അവരോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി കേട്ടോ. അവർ ഓക്കെ ആകും, അവർ ഓക്കെയാണ്. കാരണം എൻ്റെ മോൾ എന്നെ വിളിച്ചല്ലോ, ഇല്ലെങ്കിൽ എൻ്റെ മോൻ എന്നെ വിളിച്ചല്ലോ. അപ്പോൾ എത്ര ദൂരമാണെങ്കിലും അമ്മയുടെ അച്ഛനും കൂടി ഇല്ലെങ്കിലും ജസ്റ്റ് അതിനായിട്ട് 1 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് സമയം എടുത്ത് നിങ്ങളൊന്ന് വിളിച്ച് നോക്കണം. അമ്മ അച്ഛാ സുഖമാണോ, എങ്ങനെയുണ്ട്, നിങ്ങൾ വല്ലതും കഴിച്ചോ, സുഖമാണോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും ചോദിച്ചാൽ മതി, അവർ ഹാപ്പിയാകും. അവർ ഹാപ്പിയാകുന്നത് കൂടി തന്നെ അവരുടെ ആ ഒരു മനസ്സിൽ അവർ ഹാപ്പിയാകുമ്പോൾ തന്നെ നമുക്ക് പാതി എനർജി നമുക്ക് കിട്ടും കേട്ടോ. അത് ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അച്ഛനമ്മമാരെ ഒന്നും വിഷമിപ്പിക്കരുത് കേട്ടോ. വിഷമം നമ്മളീ പെമ്മക്കളെ ഒരുപാട് അച്ഛനമ്മമാരെയും അവരുടെ കൂടെ നിൽക്കുമ്പോഴല്ല സ്നേഹിക്കുന്നത്. നമ്മൾ അന്യ വീട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ആ വീട്ടിൽ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അച്ഛൻ്റെ അമ്മമാരെ സ്നേഹിക്കുന്നത് കേട്ടോ. എൻ്റെ കാര്യം വെച്ചാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ അമ്മയും അച്ഛനെയും എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നെ മറ്റാരും സ്നേഹിക്കത്തില്ല കേട്ടോ, സ്നേഹിച്ചിട്ടില്ല. എന്നാൽ ചോദിക്കും ഭർത്താവിൻ്റെ കാര്യമല്ല, ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കും അതുങ്ങൾ സന്തോഷമാകും, നിങ്ങൾക്ക് ആ ഒരു എനർജി കിട്ടുകയും ചെയ്യും.